മലയോര മേഖലയിലെ കായിക പ്രേമികളുടെ എക്കാലത്തെയും ആവശ്യമാണ് ചെറുപുഴ പഞ്ചായത്തിന് കീഴിലുള്ള മിനി സ്റ്റേഡിയം നവീകരിക്കണമെന്ന്. അവരുടെ ആ വാക്കുകളാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ നടത്തിയ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയിലാണ് ചെറുപുഴ പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയത്തിന് 50 ലക്ഷം രൂപ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഈ പണം വകയിരുത്തിയ മാത്രമല്ല, ദ്രുതഗതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്താനാണ് അധികൃതരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ MLA TA മൗസൂമിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം തന്നെ ഇപ്പോൾ മിനി സ്റ്റേഡിയം എത്തി പരിശോധിക്കും. അതിനുവേണ്ട കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മിനി ഗാലറിയാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരുക്കുന്നത്. വലിയ സൗകര്യത്തോടുകൂടിയുള്ള മിനി സ്റ്റേഡിയം 3 സ്റ്റെപ്പുകളായി ഇരുന്ന ആൾക്കാർക്ക് കളി കാണാനും മറ്റുമായിട്ടുള്ള ഗാലറിയാണ് ഒരുക്കുന്നത്. അതുപോലെ തന്നെ പുഴത്തീരത്ത് 9 മീറ്റർ ഹൈറ്റിൽ വലിയ വാള് തീർത്ത് പന്തോ മറ്റു സാധനങ്ങളോ പുഴയിലേക്ക് പോകാണ്ട് അത് സംരക്ഷിച്ച് കായിക താരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുണ്ട്. അങ്ങനെ ഓരോ രീതിയിലുള്ള ഒക്കെ ഒരു പദ്ധതികളാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ഇടപെട്ട് ഈ ഗ്രൗണ്ടിൽ ഫുൾ വെളിച്ചമൊരുക്കുന്നതിന് ഭാഗമായിട്ട് നിരവധി ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഉദ്ഘാടനം തൊട്ടടുത്ത ദിവസമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഗാലറിയുടെ പണിയൊക്കെ ഇപ്പോൾ ആരംഭിക്കും. അതിനുവേണ്ട പദ്ധതികളൊക്കെ തയ്യാറായതായിട്ടാണ് നമ്മുടെ MLA അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M ബാലകൃഷ്ണൻ, അതുപോലെ CPM നേതാക്കൾ എന്നിവരൊക്കെ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന കൂടിയാലോചന, ആ കൂടിയാലോചനയുടെ കാര്യം നമ്മുടെ MLA പങ്കുവെക്കുന്നു. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഈ മലയോര മേഖല കായിക മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും സ്കൂൾ കായിക മേളയിലും സ്റ്റേറ്റ് സ്കൂൾ മേളയിലും ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുള്ള പുതിയ തലമുറയിലെ കായിക പ്രതിഭകൾ കൂടി നിൽക്കുന്ന ഇടമാണ് ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശം. നീന്തലിന് വലിയ സൗകര്യമൊന്നുമില്ലാത്ത പ്രാപ്പയിലാണ് നീന്തൽ ചാമ്പ്യന്മാരായിട്ട് വന്നത്. ഇവിടെ അങ്ങോട്ടേക്ക് പോയാൽ പുളിങ്ങോം ഹയർ സെക്കൻഡറി, കോഴിച്ചാൽ, ഇവരെല്ലാവരും കായിക മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ചെറുപുഴ പട്ടണത്തിൽ ഇത് മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വലിയ പട്ടണമായിട്ട് വികസിച്ചു വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ഒരു മിനി സ്റ്റേഡിയം ഉണ്ടാവുക എന്നുള്ളത് ദീർഘകാലത്തെ ഒരു ആവശ്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നടത്തിയിട്ടുള്ള നവകേരള സദസ്സിൻ്റെ ഭാഗമായി അന്ന് സമർപ്പിച്ചിട്ടുള്ള ആവശ്യങ്ങളുടെ ഒരു തലത്തിൽ നിന്ന് കായിക മേഖലയ്ക്ക് ഏതൊക്കെ രീതിയിലുള്ള പരിഗണന കൊടുക്കണം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ 2 ഗ്രൗണ്ടുകൾ നവീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതം സർക്കാർ അനുവദിച്ചത്. അതിലൊന്ന് മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, മറ്റൊന്ന് ചെറുപുഴ പഞ്ചായത്ത് മിനി സ്റ്റേഡിയമാണ്. 50 ലക്ഷം രൂപ വീതമാണ് ഇതിന് നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണം, ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് പിന്നെ പുഴയാണ്, തോടാണെന്ന് പറയാം അല്ലേ, തോടാണ്, ചെറുപുഴയാണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കളിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ബോളോ ക്രിക്കറ്റ് പന്തോ ഒക്കെ ചിലപ്പോൾ തെറിച്ച് ഇങ്ങോട്ടേക്ക് പോകാനിടയുണ്ട്. അതിന് വഴിയില്ലാത്ത നിലയിൽ 9 മീറ്റർ ഉയരത്തിൽ ഫെൻസിങ്ങോടുകൂടി ഈ ഗ്രൗണ്ടിൻ്റെ കിഴക്കേ ഭാഗം തയ്യാറാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റു ഭാഗമെല്ലാം നവീകരിക്കണമെന്നും ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മിനി ഗാലറി, ഒരു 3 സ്റ്റെപ്പെങ്കിലും വരത്തക്ക നിലയിലുള്ള ഗാലറി ഉണ്ടാവണം. മറ്റ് സൈഡുകളൊക്കെ കെട്ടി വൃത്തിയാക്കി ഒരു മികച്ച നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നായിട്ട് ഈ ഗ്രൗണ്ടിനെ മാറ്റുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ എസ്റ്റിമേറ്റായി ഇനി DPRലേക്ക് പോകണം. അതിവേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റും അതിന് എല്ലാ രീതിയിലുമുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെയുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഈ 2 സൈറ്റും അവർ പരിശോധിച്ച് ഈ ഒരു പ്രവൃത്തി അതിവേഗത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ആ നിലക്ക് വികസന രംഗത്ത്
പ്രത്യേകിച്ച് കായിക മേഖലയിൽ ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന സംവിധാനമാണ് ഒരുക്കുന്നത്. ഇവിടെ മാത്രമല്ല, ചുണ്ടയിൽ പുളിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപ ചെലവിലുള്ള ഗ്രൗണ്ടിൻ്റെ പ്രവൃത്തി നടന്നു വരികയാണ്. റാപ്പോൽ സ്കൂളിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ ഒരു മികച്ച ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്ഥലം അന്വേഷിച്ച് അത് വില കൊടുത്ത് വാങ്ങിയിട്ടാണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഒരു നടപടികളിലേക്കാണ് പഞ്ചായത്തും ഗവൺമെൻറ് എന്നുള്ള നിലയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി വന്നു കഴിഞ്ഞാൽ കായിക രംഗത്ത് മികച്ച നിലയിൽ സൗകര്യങ്ങളുള്ളൊരു പ്രദേശമായിട്ടിത് മാറും. വലിയ നിലയിൽ നമ്മുടെ പുതിയ തലമുറക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവി ജീവിതത്തിന് കുറേ കൂടി പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സാധിക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. നമുക്കറിയാം, ചെറുപുഴ എന്ന് പറയുന്നത് ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ ഇന്ത്യൻ വോളിബോൾ ടീം ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്നിട്ടുള്ള കാവ ഇൻ്റർനാഷണൽ ബോഡിയിൽ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചു. ലോകത്തിലെ വോളിബോൾ റാങ്കിങ്ങിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഇറാനോടാണ് ഫൈനലിൽ നമ്മൾ തോറ്റത്. റണ്ണറപ്പായിട്ടാണ് ഇന്ത്യൻ ടീം വരുന്നത്. പൈനൂക്കാരനായിട്ടുള്ള ആനന്ദ് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള കളിക്കാരനായി, കീപ്പറായി ആ ടൂർണമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ജോബി ജോസഫിനെ പോലുള്ള ആളുകൾ നയിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ വോളിബോൾ. നമ്മുടെ അഭിമാനമായിട്ടുള്ള സംഭാവനയാണ് ജോബി ജോസഫ്. അതോടൊപ്പം തന്നെ ട്രീസ ജോളി. ഇന്ന് ലോകത്തിൽ ഇന്ത്യൻ ബാഡ്മിൻ്റൻ്റെ ഒരു പട്ടിക എടുത്താൽ ട്രീസയും ഗോപിചന്ദിൻ്റെ മകളും അവർ രണ്ടുപേരുമാണ് മിക്സഡ് ഇനത്തിൽ ഇന്ന് ലോകത്തിലെ ഏറെക്കുറെ എല്ലാ ടൂർണമെൻറ്റുകളിലും പങ്കെടുക്കുകയും വിന്നേഴ്സോ റണ്ണേഴ്സോ ആയിട്ട് തിരിച്ചു വരികയും ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രീസ ഇപ്പോൾ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അവർ വന്നിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ ഒരു കളി കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത്, കുറേ കാലത്തിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിഭകളായിട്ടുള്ള താരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൊരു മണ്ണ്, കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഒരു പോളിസി. ഒപ്പം തന്നെ ഈ കായിക മേഖലയാണ്, കളികളാണ് ലഹരി എന്ന വലിയ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടായാൽ അതിവേഗത്തിൽ നമുക്ക് ഈ സ്റ്റേഡിയങ്ങളുടെയൊക്കെ നിർമ്മാണം പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, EY and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.